ഒരു പരാതി തീർന്നു കിട്ടി. റീമ കല്ലിങ്കലിൻ്റെ പേര് മാധ്യമങ്ങളും ചാനലും ഒന്നും പറയുന്നില്ലെന്നായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാ 24-ൽ ഞാൻ കണ്ടു റീമ കല്ലിങ്കൽ എന്നുള്ള പേര്. എന്താണെന്ന് നോക്കിയപ്പോൾ റീമ കല്ലിങ്കൽ തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ പരാതി നൽകി. സുചിത്രയാണല്ലോ പറഞ്ഞത് റീമ കല്ലിങ്കൽ മയക്കുമരുന്ന് പാർട്ടികൾ, ഡ്രഗ്സ് പാർട്ടികൾ നടത്തുന്നു, വീട്ടിൽ ബാംഗ്ലൂർ നടത്തുന്നു, കൊച്ചി നടത്തുന്നു, ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്, അവരെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അവിടെ മലയാളത്തിലെ പല ഗായികമാരും ചെന്നിട്ടുണ്ട്, അവിടുന്ന് ചോക്ലേറ്റ് കഴിക്കാൻ പോലും അവർക്ക് പേടിയായിരുന്നു. പിന്നെ പറഞ്ഞു ഈ റീമ കല്ലിങ്കൽ നല്ല നടിയായിരുന്നു, പക്ഷേ അവരുടെ കരിയർ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഡ്രഗ്സ് ആണെന്നൊക്കെ പാർട്ടികളാണെന്നൊക്കെ പറഞ്ഞു. അത് 2 ദിവസമായിട്ട് ഈ അവിടെ നോക്കി ഇവിടെ നോക്കി പിടിച്ചു തടവി എന്നൊക്കെ പറയുന്നതൊക്കെ വാർത്തയാക്കുകയും അങ്ങനെ പറഞ്ഞ ആളുകളെ തേടി കൽക്കത്ത വരെ ക്യാമറാമാനെ റിപ്പോർട്ടറെ അയക്കുകയും ചെയ്ത ചാനലുകൾക്ക് വാർത്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, ഈ ജയസൂര്യക്കും മുകേഷിനും സിദ്ദിഖിനും ഒക്കെ ഇല്ലാത്ത എന്താണ് റീമ കല്ലിങ്കലിനുള്ളത്, എന്താണ് ഈ പ്രത്യേക പരിഗണന? അപ്പോൾ ചില മാധ്യമങ്ങൾ, മാതൃഭൂമി, മനോരമ തുടങ്ങിയ മാധ്യമങ്ങളിൽ ഈ വാർത്ത ഓൺലൈനിൽ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു. കേരളമോദിയും ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം, ടൈംസ് ഓഫ് ഇന്ത്യയിലും റിപ്പബ്ലിക്കിലും ഒക്കെ മാത്രമേ വാർത്തയുള്ളൂ. പക്ഷേ ഇപ്പോൾ വാർത്ത വരാൻ കാരണം റീമ കല്ലിങ്കൽ പരാതി കൊടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ ഞാൻ നോക്കുന്നത് ആ കമ്മിറ്റി അന്വേഷിക്കുന്നത് ഈ ചിലരെ പീഡിപ്പിച്ച കേസാണ്. ഇപ്പോൾ റീമ കല്ലിങ്കലിൻ്റെ പരാതി അവിടെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീൽ നോട്ടീസ് അയക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 സംശയങ്ങളാണുള്ളത്. ഒന്ന്, മാനനഷ്ട കേസ് കൊടുക്കേണ്ടതാണ്. കാരണം സുചിത്ര ഇത് പറഞ്ഞു, സമൂഹത്തിൽ വലിയ നിലയുമുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രിയായി അറിയപ്പെടുന്ന ഒരു നടിയാണ് റീമ കല്ലിങ്കൽ. മാത്രമല്ല വനിതകളുടെ മുന്നണി പോരാട്ട വേദിയായ WCCയുടെ അമരക്കാരി എന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരാളാണ്, പ്രധാന പ്രവർത്തകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സഖാവാണ്. അങ്ങനെയുള്ള ഒരാളെ ആക്ഷേപിക്കാനാണ് ഈ ഗായിക സുചിത്ര ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഉറപ്പായിട്ടും നടപടി നേരിടേണ്ടതാണ്, കേസ് കൊടുക്കട്ടെ. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് അപകീർത്തി കേസല്ലേ, അവിടെ കൊടുത്തിട്ട് എന്താ കാര്യം? FIR പോലും ഇടാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള അധികാരമില്ല. റീമ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആഷിഖബും അതിനുവേണ്ടി ഉപദേശിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സുനിൽ പറഞ്ഞത് ശരിയാണ്, ഇതൊരു കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ആണല്ലോ മാനനഷ്ട കേസ്. SIT ഇതൊന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. കാരണം ഈ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുണ്ടായല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റുമാർ അല്ലാത്തവരെല്ലാവരും കൂടി ഇന്നയാൾ പീഡിപ്പിച്ചു മറ്റേത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തലുകൾ വന്നപ്പോഴാണ് ഒരു പത്രക്കുറിപ്പ് വഴി പിണറായി വിജയൻ ഈ SIT ഉണ്ടാക്കിയത്. അവർ തന്നെ ഈ അജിത ബീഗോ മറ്റോ പറയുന്നുണ്ടായിരുന്നു, ഇത് 15 വർഷമൊക്കെ അതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം, ഇതിലേതൊക്കെ നിലനിൽക്കുന്നൊക്കെ നോക്കണം. അപ്പോൾ ഇതിനൊരു നിയമവശമായിട്ട് തന്നെ കേട്ടത് ഈ ശിക്ഷ കാലാവധി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ 10 കൊല്ലം 15 കൊല്ലം ശിക്ഷ കിട്ടുന്ന ഒരു ഗൗരവമുള്ള കേസാണ്. പക്ഷെ 15 കൊല്ലം കഴിഞ്ഞു ഈ ആരോപണം വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയില്ല സാർ, ക്രിമിനൽ കേസിൽ ലിമിറ്റേഷൻ ഇല്ല, എത്ര കാലം കഴിഞ്ഞും കേസ് കൊടുക്കാം. അതെ, ക്രിമിനൽ കേസിൽ അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അത് ഓരോന്നായിരിക്കും. കാരണം മറ്റേ അരുന്ധതി റോയുടെ ഒരു കേസിൽ കടുപ്പം കൂടിയ ഈ കാലപരിമിതി പ്രശ്നം വരുന്നതുകൊണ്ട് കടുപ്പം കൂടിയ ഒരു വകുപ്പും കൂടി ചേർത്തതായിട്ട് അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ചയ്ക്ക് വന്ന അഡ്വക്കേറ്റ് പറഞ്ഞു, ഇതില് ഞാൻ ഈ പ്രശ്നം പറഞ്ഞു, ക്രിമിനൽ കേസ് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, അത് ശരി, പക്ഷെ അത് നിലനിൽക്കുമോ എന്നുള്ള പ്രശ്നം അതിൻ്റെ അകത്ത് വരുമോ? പിന്നെ ശിക്ഷാ കാലാവധിയുമായി ബന്ധപ്പെട്ട് അതങ്ങനെയല്ല, ക്രിമിനൽ കേസ് കൊടുക്കാം കാലാവധി കഴിഞ്ഞല്ല, പക്ഷെ അത് കേസ് തെളിയിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, വലിയ പ്രയാസം. അത് മാത്രമേ ഉള്ളൂ. ഒരു ഒഫൻസ് നടന്നു എന്ന് പറയുമ്പോൾ എത്ര കാലം കഴിഞ്ഞ് നമുക്ക് അത് കൊടുക്കാം ക്രിമിനൽ. കാരണം നമ്മൾ ഈ മറ്റേ രാമേന്ദ്രൻ നായർ മറ്റേ വർഗീസ് വധക്കേസ് എത്ര കാലം കഴിഞ്ഞിട്ടാണ്, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ശിക്ഷിക്കുകയും കോടതി വിചാരണ നടത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിമിനൽ കേസിന് ലിമിറ്റേഷൻ ഇല്ല. സിവിൽ കേസുകൾക്കാണ് ഇത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഈ അന്വേഷണ സംഘത്തിന് തന്നെ ഇപ്പോൾ തന്നെ പലരും നിയമവിദഗ്ധർ പറയുന്നുണ്ട്, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു കേസെടുക്കാൻ പോലും ഉള്ള അധികാരമില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും താഴെത്തട്ടിലെ ഓഫീസർമാരാണ്. ഒരു SHO ആണ്
കേസ് രജിസ്റ്റർ എനിക്ക് ചെയ്യും. മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പത്രക്കുറിപ്പ് വഴി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പോലീസ് ആക്ട് വഴിയല്ല SIT. പിന്നെ SIT ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൊഴി കൊടുക്കാനായിട്ടൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയ്ക്ക് അവർ നിൽക്കുന്നു എന്നാ തോന്നുന്നത്. അതെ അല്ല, ഞാൻ പറയുന്നത് നമുക്ക് സബ്ജക്റ്റിലേക്കൊന്ന് തിരിച്ചു പോകാം. അപ്പോൾ റീമ കല്ലിങ്കൽ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും മാധ്യമങ്ങളിൽ റിമയ്ക്കെതിരെ വന്ന വാർത്ത വരാതിരിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തത് പിൻവലിക്കത്തില്ല. അത് അവരുടെ ഇടപെടൽ, ഒന്നെങ്കിൽ ഇത് തെറ്റാണ്, അവരുടെ അപ്പീൽ കൊണ്ടോ അവർ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാം അതൊക്കെ പിൻവലിക്കപ്പെട്ടത്. ഒരു മാതൃഭൂമി ചാനലിലെ ന്യൂസിലും കാണിച്ചിരുന്നു, അതും പിൻവലിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മാധ്യമങ്ങൾ പൊതുവിൽ കാണിച്ചില്ല, റിമയെ സംരക്ഷിച്ചതിന് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെയുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അപേക്ഷയോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ സുചിത്ര എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഒരു മാധ്യമത്തോടാണ്. ആ മാധ്യമത്തിൽ ഇപ്പോഴും ആ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ഇപ്പോഴും അത് ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പ്രചരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് റിപ്പോർട്ട് ചെയ്ത് SS മ്യൂസിക്സ് എന്ന് പറയുന്ന ചാനലിൽ വന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ സുചിത്രയ്ക്കെതിരെ മാത്രമല്ലല്ലോ പരാതി കൊടുക്കേണ്ടത്. SS മ്യൂസിക്കിലുള്ള ഇത് റിമൂവ് ചെയ്യാനായിട്ട് അടിയന്തരമായി റിമ ഒരു നടപടി എടുക്കേണ്ടതാണ്. അപ്പോൾ റീമ കല്ലിങ്കലിനെ സംബന്ധിച്ച് അവരുടെ ഒരു വിശദീകരണം പോലും വന്നിട്ടില്ല. അവരുടെ വക്കീൽ നോട്ടീസ് അയക്കുന്നു എന്ന് പറഞ്ഞു. വക്കീൽ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസ് ഒരു പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അവർക്കെതിരെ സുചിത്ര പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ മാധ്യമ സ്ഥാപനമാണ്, നമ്മുടെ അടുത്ത് ഇത് കൊടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അവർ അപേക്ഷയുമായിട്ട് വന്നിരുന്നെങ്കിൽ, അപേക്ഷയൊന്നും വേണ്ട, റിക്വസ്റ്റുമായിട്ട് വന്നിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ കൊടുക്കാതിരിക്കുമായിരുന്നു. അത് പക്ഷേ നമ്മുടെ അടുത്ത് വരാത്തത് കൊണ്ട് നമ്മൾ SS മ്യൂസിക്കിനെ റിലേ ചെയ്ത് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റിമ കല്ലിങ്കൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് കിട്ടിയാൽ റിമയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പറയാമായിരുന്നു. കാരണം നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും വലിയ വിവാദം. ഇത് പതുക്കി വെച്ചിട്ടും സോഷ്യൽ മീഡിയ വഴി ഇതെല്ലാവരും അറിഞ്ഞു. അപ്പോൾ റീമ കല്ലിങ്കലിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ കേരളത്തിലെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു കോപ്പി കിട്ടിയാൽ നമുക്കതിൻ്റെ ഭാഗങ്ങളൊന്ന് വിശദീകരിക്കാമായിരുന്നു. പിന്നെ വക്കീൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എല്ലാവരും ചെയ്യും, വക്കീൽ നോട്ടീസ് അയക്കും, പിന്നീട് ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടാവത്തില്ലായിരിക്കും. ഒരിക്കലും ഉണ്ടാവും. ഇപ്പോൾ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ പൈസയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ റീമ കല്ലിങ്കലിനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ സുചിത്ര പറഞ്ഞ ആക്ഷേപങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായി തന്നെ റീമ കല്ലിങ്കൽ നേരിടണം. അത് വേണ്ടതല്ലേ? നമ്മളിത് സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നതാണ്, റിമ കൊണ്ടുപോയി സത്യസന്ധത ഉണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കണം. കേസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത്രയും കൊല്ലം ഈ പണിയെല്ലാം ചെയ്തതാണല്ലോ, ആ സുചിത്രയ്ക്കും അത് ആദ്യം പബ്ലിഷ് ചെയ്ത SS മ്യൂസിക്കിനും എതിരെ മാനനഷ്ട കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ SITക്ക് പരാതി കൊടുക്കുക എന്നുള്ളതല്ല. അത് പോട്ടെ, ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു. ഏതായാലും വക്കീൽ നോട്ടീസ് മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ അത് എനിക്കൊരു അഭ്യർത്ഥന അവരോടുള്ളത്, റീമ കല്ലിങ്കലിനോട്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഈ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും കേരളകൗമുദി, ടൈംസ് ഓഫ് ഇന്ത്യ, സമയം, സുനിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഇതിൽ വന്നിരിക്കുന്ന ഇവരുടെ ഏതോ ഹോട്ടലിൽ ഒരു റെയ്ഡ് നടന്നു എന്നും ഇങ്ങനെ എന്തൊക്കെയോ പിടിച്ചു എന്നും ആ സമയത്ത് രമേശ് ചെന്നിത്തല സഹായിച്ചു, അതിൽ നിന്ന് ഊരിക്കൊടുത്തു എന്നും ഇതിൻ്റെ കൂടെ ചേർത്ത് ഇപ്പോൾ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞൊന്ന് പൂർത്തിയാക്കട്ടെ. അതായത് ഇവർ റിമയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, സുചിത്ര പറഞ്ഞ ആക്ഷേപങ്ങൾ കേരള കൗമുദി, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സമയം ഓൺലൈൻ എന്നിവയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ്. അവരൊന്നും പിൻവലിച്ചില്ല, മാതൃഭൂമി, മനോരമ പിൻവലിച്ചെങ്കിലും. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു സംശയമുണ്ട്. റീമ കല്ലിങ്കൽ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വക്കീൽ നോട്ടീസ് വഴി അവർക്ക് പറയാനുള്ളത് സുചിത്രയെ അറിയിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു പകർപ്പ് മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം റിമയ്ക്ക് എതിരെയുള്ള ആക്ഷേപങ്ങളാണ് സുചിത്ര പറഞ്ഞ് അത് പബ്ലിഷ് ചെയ്തു. റിമ പറയുന്നത് എന്താണെന്ന് കൊടുക്കാൻ നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ വക്കീൽ നോട്ടീസിൻ്റെ ഒരു പകർപ്പ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ കൂടെ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യം കൂടെ റിമ ചെയ്താലേ ഇവരെക്കുറിച്ചുള്ള ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുള്ളൂ. അതത്രേ പറ്റൂ. അപ്പോൾ അതിനുള്ള ശ്രമം കൂടെ വേണ്ടേ? മാത്രമല്ല, ഈ പറഞ്ഞത് സുചിത്ര ആരോപിച്ചത് ശരിയല്ല എന്ന് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാര്യകാരണങ്ങൾ റീമ കല്ലിങ്കലിൽ നിരത്തണം. അങ്ങനെയുണ്ടല്ലോ. അതല്ലെങ്കിൽ റിമ ഇത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി, മിനി ആരോപണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയും
തൽക്കാലം കൊടുത്ത ഒരു പരാതിയാണെന്ന് ആളുകൾ കരുതുള്ളൂ. SITക്ക് കൊടുത്തതാണ്. SIT കൊടുത്തതൊന്നും ഒരു കാര്യമില്ല. മറ്റേത് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുക. കാരണം വെച്ചാൽ ഒരു ജനാധിപത്യപരമായ അവരുടെ ഒരു മൗലിക അവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്. അവർക്കെതിരെയുള്ള വാർത്ത എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടു. അപ്പോൾ അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയാൻ മറ്റുള്ളവർക്കൊരു അവകാശമുണ്ട്. അവർക്ക് വേണമെങ്കിൽ പത്രസമ്മേളനം നടത്താം. ഇപ്പോൾ ആഷിഖ് അബു പത്രസമ്മേളനമൊക്കെ നടത്തൂല. പത്രസമ്മേളനം നടത്തിയ ചോദ്യങ്ങൾ വരും. ആഷിഖ് അബു എല്ലാ ചാനലുകളോടും സംസാരിച്ച് ഉണ്ണികൃഷ്ണനെ ഒരു ആക്കാനായിട്ട് ശ്രമിച്ചതാണല്ലോ. ബൂമറാങ് ചെയ്യാണ് ഉണ്ടായത്. അതുപോലെ ഏതെങ്കിലും ഒരു ചാനലിനെ വിളിച്ച് സംസാരിച്ചാലും മതി. അതെ വേണ്ടപ്പെട്ട ഇപ്പോൾ ചാനലുകളിലും മാധ്യമങ്ങളിലും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വാർത്ത വരാത്തത്. അപ്പോൾ അതുപോലെ തന്നെ മുഖ്യ ചാനലുകളിൽ പ്രിയപ്പെട്ട ചാനലിനെ വിളിച്ചിട്ടും പറയാം. മുഖ്യ ചാനലോ മുഖ്യ അപ്പോൾ ഏതായാലും റിമ കല്ലിങ്കലിനോടും ആഷിഖ് അബു അവരുടെ സന്നദ്ധ സഹചാരിയാണല്ലോ. നമുക്ക് പറയാനുള്ളത് റിമയുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഒരു ഡിഫമേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്താൽ മതി. എല്ലാ ചാനലിലും വന്നോളും. റിമ കല്ലിങ്കലിൻ്റെ പേജിൽ FB പേജിലോ ഇൻസ്റ്റയിലോ ഈ വക്കീൽ നോട്ടീസിൻ്റെ കോപ്പി പബ്ലിഷ് ചെയ്താൽ നമ്മളും അത് ഇന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമുണ്ട്. കാരണം ഏതെങ്കിലും പ്രത്യേക സംഘത്തിന് കൊടുത്താൽ വേറൊരു ഗുണമുണ്ട്. കാരണം സുചിത്രയുടെ ആക്ഷേപങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല. കാരണം അത് മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് ആ ഒരു ഇഷ്യൂ വന്നിരിക്കുന്ന ഏക കേസാണ് അതായത് ഹേമ കമ്മിറ്റിയിൽ അതുണ്ട്. ഹേമ കമ്മിറ്റിയിലെ 3 കമ്മിറ്റി മെമ്പർമാരും ഏകകണ്ഠമായി ഒരേപോലെ പറഞ്ഞത് മലയാള സിനിമയിലെ ഡ്രഗ്സിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പരാതിയും ഇതുവരെ വന്നിട്ടില്ല. ഒറ്റ മാധ്യമത്തിലും ചർച്ചയായിട്ടില്ല. ഡ്രഗ്സ് വന്ന ഏക വിഷയം ഇതാണ്. അത് സുചിത്ര ആരോപിച്ചതാണ്. സുചിത്രയ്ക്ക് എന്തായാലും ഇത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. സുചിത്ര വാ തുറക്കണം. റിമയെ അങ്ങനെ ബലിയാടാക്കാൻ വിടരുത്. റിമ കല്ലിങ്കലിനെ കുറിച്ച് സുചിത്ര പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സുചിത്രയ്ക്കും ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുചിത്രയെ ആയിട്ട് ഒരു ധാരണയൊക്കെ എത്തി ഇതങ്ങ് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല. ഏതായാലും റിമയുടെ പരാതി ഇപ്പോൾ SIT കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല. വക്കീൽ നോട്ടീസ് പോകട്ടെ. അതിൻ്റെ ഒരു കോപ്പി കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി കൊടുത്ത് റിമ കല്ലിങ്കലിന് എന്താണ് പറയാനുള്ളതെന്ന് പ്രേക്ഷകരെ അറിയിക്കുക. കാരണം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് റിമ ഇങ്ങനെ കേസ് കൊടുക്കാൻ പോവാന്ന് ചാനലിൽ കണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അവർ റിമ സോഷ്യൽ മീഡിയയിലെങ്കിലും ഈ ഡിഫമേഷൻ നോട്ടീസ് അയച്ചത് പബ്ലിഷ് ചെയ്യുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്യും. റിമയ്ക്ക് പറയാനുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്യും, പ്രേക്ഷകരെ അറിയിക്കും. അതെ, മറ്റേ സുചിത്ര പറഞ്ഞത് തെറ്റാണ്. പിന്നെ സുചിത്ര ഇനി പറയാൻ പാടില്ല. അതുകൊണ്ട് സുചിത്രയിൽ നിന്ന് ആ നഷ്ടപരിഹാരം ഈടാക്കാനായിട്ട് ബാധ്യതയുണ്ട്. ഉണ്ട് തീർച്ചയായും. അല്ല മാത്രമല്ല, റിമയ്ക്കെതിരെ അലിഗേഷൻ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്നത് തെറ്റാ. കാരണം റിമയുടെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സുചിത്രയ്ക്ക് അറിയാമെങ്കിൽ അവർ പറയണം. അല്ലെ ആരുടെയെങ്കിലും വീട്ടിൽ റെയ്ഡ് നടന്നു പറഞ്ഞു. ഇന്ന് ഏതോ റിപ്പോർട്ടിൽ കണ്ടു ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അതുപോലത്തേലാണ് ചെന്നിത്തല സഹായിച്ചു. ഇതൊന്നും നമുക്കറിയില്ല. ആഷിഖ് അബുവിന് ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ശരിയാ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ മയക്കുമരുന്ന് കേസൊക്കെ ആണെന്ന് അറിയില്ല. അതിന് ഡോക്യുമെന്റ് ഉണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ അറിയണം. ഒരു പക്ഷേ സുചിത്രയ്ക്ക് വക്കീൽ നോട്ടീസ് കിട്ടുകയും സുചിത്ര അത് കൗണ്ടർ ചെയ്യുകയും ചെയ്താൽ, സുചിത്രയെ സംബന്ധിച്ച് സുചിത്രയ്ക്ക് വക്കീൽ നോട്ടീസ് കിട്ടിയാൽ അവർ മറുപടി അയക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരതും വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. അതിലൊരു സംശയമില്ല. ഏതായാലും കാരണം സുചിത്ര എന്ന് പറയുന്നത് പോലെ തന്നെ വേറെ 2 പേരുണ്ട്, സ്വരാ ഭാസ്കറും ചിന്മയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതെ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ വക്കീൽ നോട്ടീസിൻ്റെ പകർപ്പ് കിട്ടിയിട്ടില്ല. അത് സോഷ്യൽ മീഡിയയിലെങ്കിലും റിമ കല്ലിങ്കൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ വെച്ച് റിമയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും. മിനിമം ആ മുഖ്യ ചാനലിനെങ്കിലും കൊടുക്കണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.